ഹായ്, എല്ലാവർക്കും രേഷ്മാസ് എംബ്രോയ്ഡറി വ്ളോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിലും ഒരു ടീച്ചിങ് വീഡിയോയാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് നമ്മുടെ ഡിസൈൻ എങ്ങനെയാണ് ഒരു സാരിയിലേക്ക് വരയ്ക്കുന്നതെന്നാണ്. നമ്മുടെ ഒരു സാരിയിൽ എങ്ങനെയാണ് നമ്മുടെ കാർബൺ പേപ്പർ വെച്ച് അതെങ്ങനെയാണ് വരച്ചെടുക്കുന്നതെന്നാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. നമ്മുടെ കട്ട് വർക്ക് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ഒരു സാരിയാണ്. അപ്പം ആ സാരി എങ്ങനെയാണ് ആ ഡിസൈൻ നമ്മൾ വരച്ചെടുക്കുന്നതെന്നാണ് ഇന്ന് കാണിച്ചു തരാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാവരും അത് കണ്ട് അതുപോലെ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ കാണുന്നവർ ഇനിയും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ അപ്പോൾ തെളിഞ്ഞു വരുന്ന ഓൾ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കണോടെ അമർത്തുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സാരിയിൽ ഡിസൈൻ വരയ്ക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഇത് നമ്മുടെ നെറ്റ് കോട്ട സാരിയാണ്. ഒരു സിൽക്കി നെറ്റ് കോട്ട, സോഫ്റ്റ് സിൽക്കി നെറ്റ് കോട്ടയാണിത്. അപ്പോൾ അതിനകത്ത് ഞാൻ ഒരു ഡിസൈൻ ഞാൻ വരച്ച് വെച്ചിട്ടുണ്ട്. കട്ട് വർക്കിൻ്റെ ഡിസൈനാണ്. ഇപ്പം അതിനുവേണ്ടി ഞാൻ ഇത് നമ്മുടെ പിങ്ക് കളറിലെ ഒരു കാർബൺ പേപ്പറാണ് എടുത്തേക്കുന്നത്. പിങ്ക് കളറിലെ ഒരു കാർബൺ പേപ്പറാണ് എടുത്തേക്കുന്നത്. ഇതാണ് നമ്മുടെ ഡിസൈന്, കട്ട് വർക്കിൻ്റെ ഡിസൈൻ ഇതാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ടാണ് നമ്മൾ കട്ട് വർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മൾ വേറൊരു സാരി നമ്മൾ ഫോട്ടോസ്റ്റാറ്റ് എടുത്തതാണ് ഈ ഡിസൈന്. അപ്പം ഇതെങ്ങനെ ഒരു മുന്താണിയുടെ ഒരു കോർണറിൽ ഇത് മുന്താണിയാണ്. അപ്പം മുന്താണിയുടെ ഒരു കോർണറിൽ ഞാൻ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്തത് എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന്, ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നത് കോർണറല്ല, നമ്മുടെ സാരിയുടെ രണ്ടിൻ്റെയും നടുഭാഗത്താണ്. ഈ ഡിസൈൻ തന്നെയാണ് നടുഭാഗത്ത് നമ്മൾ വരയ്ക്കുന്നത്. എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ കാർബൺ പേപ്പറാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. നമുക്ക് എവിടെയാണ് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ പോയിൻ്റ് ചെയ്തിട്ട്, എവിടെയാണ് നമുക്ക് വരയ്ക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളത് പോയിൻ്റ് ചെയ്തിട്ട് നമ്മൾ ഈ രണ്ട് സാരിയുടെ നടുക്ക്, അപ്പോൾ നടുക്ക് നമുക്ക് ഇവിടെയായിട്ടാണ് നടുവശം വരുന്നത് സാരിയുടെ. അപ്പോൾ നമ്മൾ അവിടെയായിട്ടാണ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ അവിടോട്ട് കാർബൺ പേപ്പർ വെച്ച് കൊടുക്കുക. നമുക്ക് എന്തോരം ലെങ്തിലാണ് ഡിസൈൻ വരണ്ടതെന്ന് വെച്ചാൽ ആ ഒരു ലെങ്തിൽ നമ്മൾ കാർബൺ പേപ്പർ വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഡിസൈൻ എടുക്കുക. ഡിസൈൻ എടുത്തതിന് ശേഷം നമ്മളത് കറക്റ്റ് പൊസിഷനിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ കാർബൺ പേപ്പറും ഈ ഡിസൈനും കൂടെ ഒരുമിച്ച് പിടിച്ച് നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ പൊസിഷനും കറക്റ്റ് അളവിൽ വെച്ച് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ആ ഡിസൈനിൻ്റെ മേളിൽ കൂടെ പതുക്കെ നമുക്ക് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഫൈനൽ നമ്മൾ ഒന്നുകൂടെ വെച്ച് നോക്കുകയാണ് കറക്റ്റാണോ ഇല്ലെന്ന്. ഓക്കെ, എന്നിട്ട് നമ്മളത് വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഒരു സൈഡിൽ നിന്ന് നമുക്ക് വരച്ച് തുടങ്ങാം. നമ്മൾ ഡിസൈൻ നമ്മുടെ വിരലുകൊണ്ടൊന്ന് നന്നായിട്ട് അമർത്തി പിടിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി ഡിസൈൻ പല ഇതായിട്ട് പോകും. അപ്പോൾ നമ്മൾ നന്നായിട്ടൊന്ന് എന്തെങ്കിലും ഒരു വെയിറ്റ് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മളൊന്ന് പിടിച്ചു കൊടുക്കുക. കൈ കൊണ്ടൊന്ന് പതിയെ പ്രസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ അതവിടെ കാർബൺ ഔട്ടിലാവും. അപ്പോൾ അതൊക്കെ നമ്മൾ ഒരറ്റത്തുനിന്ന് വരച്ചു കൊടുക്കുക. ഡിസൈൻ അനുസരിച്ച് നമ്മൾ പതുക്കെ വരച്ചു കൊടുക്കുക.
ഉണ്ടാകും. മാറിപ്പോകാതെ ഇരിക്കാൻ നോക്കണം. മാറിപ്പോയാൽ വരുന്ന കുഴപ്പം എന്താണെന്ന് വെച്ചാൽ മൊത്തം പടർന്ന് ആ ഡിസൈൻ ഒരു വല്ലാത്ത അലകുലത്താവും. നന്നായിട്ട് നമ്മളൊന്ന് പിടിച്ച് വെക്കാനായിട്ട് നോക്കുക. ആദ്യമൊക്കെ നമുക്ക് തുടക്കക്കാർക്കൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ചെയ്ത് നമ്മൾ അത് ഇതായിക്കോളും, നമ്മുടെ കയ്യിലത് ഒതുങ്ങിക്കോളും. ഓക്കെ, ഫൈനലായിട്ട് ഇങ്ങനെ ഒന്ന് നോക്കാം. അല്ല, വളരെ ഈസി ആയിട്ട് നമ്മൾ വേഗം നമ്മുടെ ഡിസൈൻ നമ്മൾ വേഗത്തിൽ വരച്ച് കഴിഞ്ഞാൽ നല്ല ക്ലിയറായിട്ട് നമ്മൾ ആ ഡിസൈൻ വരച്ച് കഴിഞ്ഞാൽ അതുപോലെ നമുക്ക് എല്ലായിടത്തും നമ്മൾ എവിടെയൊക്കെയാണ് നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ അവിടെയെല്ലാം നമുക്ക് ഈ കാർബൺ പേപ്പർ വെച്ച് നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും. അത് വരയ്ക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ ഡിസൈൻ കാർബൺ പേപ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കഴിഞ്ഞാൽ മൊത്തം പടരും. അപ്പം നമുക്കതൊരു നല്ല രീതിയിൽ കിട്ടില്ല. അപ്പം അത് അങ്ങനെ പടരാതെ ഒന്ന് മുറുക്കെ പിടിച്ച് വെച്ച് വരയ്ക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും അത് നന്നായിട്ട് ശ്രദ്ധിച്ച് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കി വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇപ്പോൾ സാരിയിൽ എങ്ങനെയാണ് നമ്മുടെ കാർബൺ പേപ്പർ വെച്ച് ഡിസൈൻ വരയ്ക്കേണ്ടത് എങ്ങനെയാണെന്ന് ഒരുവിധം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളും വരച്ച് നോക്കുക. ഓക്കെ, അപ്പോൾ അടുത്തൊരു എപ്പിസോഡിൽ അടുത്തൊരു നല്ല വീഡിയോയുമായിട്ട് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എല്ലാവരും മറക്കരുത്. അപ്പം അതുവരേക്കും എല്ലാവർക്കും ബൈ.